സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ റഫേൽ ഇടപാടിന്റെ CAG റിപ്പോർട്ട് രാജ്യസഭയിൽ വച്ചു. ലോക്സഭയിൽ കനത്ത പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവച്ചു. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, അല്പസമയം മുമ്പാണ് ഈ രാജ്യസഭയിൽ CAG റിപ്പോർട്ട് വച്ചിരിക്കുന്നത്. CAG റിപ്പോർട്ട് മന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് സമർപ്പിച്ചത്. ഇനിയിപ്പോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലോക്സഭയിൽ ഇതുവരെ റിപ്പോർട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രാവിലെ ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് റഫേൽ വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ TDP ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണം എന്നായിരുന്നു പ്രതിഷേധത്തിന് കാരണമായി പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ കറുത്ത വേഷം ധരിച്ചാണ് ഇന്ന് സഭയിലേക്ക് എത്തിയത് പോലും. ഇങ്ങനെ പ്രതിഷേധത്തെ തുടർന്ന് 12 മണിവരെ ലോക്സഭ നിർത്തിവെച്ചു. 12 മണിക്ക് ശൂന്യവേള വീണ്ടും ആരംഭിക്കും. രാവിലെ പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് സഭയുടെ പുറത്ത് എല്ലാ പാർട്ടികളും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസാനത്തെ ഒരു പാർലമെന്റ് ദിനം കൂടിയാണ്. അതിന്റെ പ്രതിഷേധങ്ങളും അതിൽ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജ്യസഭയിൽ എന്തായാലും മറ്റ് കാര്യപരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. രാജ്യസഭയിൽ ഇന്ന് മുത്തലാഖ് ബില്ലും പരിഗണനയ്ക്കായി വരുന്നുണ്ട്. പക്ഷെ അത് ചർച്ചയിലേക്ക് പോകുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. സന്തോഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും സഭയിൽ പങ്കെടുക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അതുമാത്രമല്ല, ഈ CAG റിപ്പോർട്ട് 32ഓളം പേജ് ഉള്ളതാണ്. സ്വാഭാവികമായി ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത സന്തോഷ് തന്നെ തള്ളിക്കളയുന്നു. കാരണം ഇത് അവസാന സമ്മേളനമാണ്. അതിന്റെ സാങ്കത്യം കൂടി എന്താണ്? തീർച്ചയായും. കാരണം രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി റഫേൽ വിഷയത്തിലടക്കം രാജ്യസഭ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതെ പലതവണയും രാവിലെയോടുകൂടി തന്നെ പിരിഞ്ഞു. ഇന്നാണ് ഇപ്പോഴെങ്കിലും അല്പസമയമെങ്കിലും സഭ കാര്യപരിപാടികളിലേക്ക് കടന്ന് മുന്നോട്ട് പോകുന്നത്. വിവിധ മന്ത്രിമാർ വിവിധ വിഷയങ്ങളിൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ അവതരിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് മന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാഥമികമായ വിവരങ്ങളാണ് CAG റിപ്പോർട്ടുമായി സംബന്ധിച്ച് പുറത്തു വരുന്നത്. നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ച പോലെ ഇതിന്റെ പേജിന്റെ എണ്ണം അടക്കമുള്ള വിവരങ്ങൾ. ഇനിയും CAG റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് പരിശോധിച്ചതിന് ശേഷമുള്ള അവരുടെ കണ്ടെത്തലുകളാണ്, നിർദ്ദേശങ്ങളാണ്. അതെന്തൊക്കെയുണ്ട് എന്നതുകൂടി അറിയണം. സ്വാഭാവികമായി ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന അതൊരു നരേന്ദ്രമോദിയുടെ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് മാത്രമാണ്. അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം CAG അധ്യക്ഷനായ രാജീവ് മഹർഷിയുടെ വിശ്വാസ്യത പോലും പ്രതിപക്ഷത്തിന് മുമ്പിൽ സംശയത്തിന്റെ നിഴലാണ്. അപ്പൊ സ്വാഭാവികമായി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു പ്രതികരണം നമ്മൾ പ്രതിപക്ഷത്തിന് പ്രതീക്ഷിക്കാം. വൈകുന്നേരത്തോടുകൂടി മാധ്യമങ്ങളെ കാണാമെന്നും രാഹുൽ ഗാന്ധിയും അറിയിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ലഭിക്കുന്ന സാധ്യതകൾ അനുസരിച്ച് ഒരു നിലയിലും CAG റിപ്പോർട്ടിന്റെ ജനാധിപത്യപരമായ പരിശോധന പാർലമെന്റിൽ നടക്കില്ല എന്ന് ഉറപ്പിക്കാമോ? കാരണം സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. സംയുക്ത സമിതി അടക്കം ഇക്കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാലും അത്തരം സാധ്യതകൾ പോലും ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സഭാ ചട്ടമനുസരിച്ച് ഇനി ഈ CAG റിപ്പോർട്ടിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇല്ല. കാരണം പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ഇനി ഈ റിപ്പോർട്ട് പരിശോധിക്കേണ്ടത്. പക്ഷെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാലാവധി പോലും സഭയുടെ കാലാവധി കഴിയുമ്പോൾ കഴിയും. അപ്പോൾ ഇന്ന് അവസാന ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സ്വാഭാവികമായും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇനി ഇതിന്റെ കാര്യപരിപാടികളിലേക്കോ ചർച്ചയിലേക്കോ പോകില്ല. അതിനു മുമ്പ് തന്നെ ഈ സഭാ നടപടികളെല്ലാം അവസാനിച്ച് മാറാനും കഴിയുകയും ചെയ്യും കേന്ദ്ര സർക്കാരിന്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാഷ്ട്രപതിക്ക് CAG ഈ റിപ്പോർട്ട് കൈമാറിയത്. പക്ഷെ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ ഇത് CAG ഈ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കാമായിരുന്നു. പക്ഷെ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകാതെ ബുധനാഴ്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് തന്നെ അവസാന ദിവസം ഇത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് കാര്യങ്ങൾ പോകാതിരിക്കുക. അത് തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതാണ് ഇന്ന് നടന്നിരിക്കുന്നത് പോലും. സന്തോഷ്, ഏതായാലും സന്തോഷിന് ലഭിച്ച വിവരങ്ങൾ പരിമിതമാണെന്നറിയാം. നമുക്കും അത്തരം വിവരങ്ങളെ ലഭിക്കുന്നുള്ളൂ. 32 പേജ് അടക്കം റിപ്പോർട്ടിലുണ്ട് എന്ന വിവരങ്ങളെ ലഭിക്കുന്നുള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. എങ്കിലും സന്തോഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CAG വിശ്വസ്തനല്ല. മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനാണ്. അയാളിൽ നിന്ന് മറ്റു നിലയിലേക്ക് വിശ്വസനീയമായ കാര്യങ്ങൾ പാർലമെന്റ് പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് കടുപ്പിക്കുകയാണോ പ്രതിപക്ഷം? അങ്ങനെ തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ടോ സഭയിൽ? തീർച്ചയായും ആനന്ദ്, സഭയ്ക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം പ്രതിപക്ഷം അതാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം രാജീവ് മഹർഷി ആണ് ഇപ്പോഴത്തെ CAG അധ്യക്ഷൻ. അദ്ദേഹം തന്നെയാണ് ഈ റഫേൽ കരാർ രൂപീകരിക്കുന്ന സമയത്ത് ധനകാര്യ സെക്രട്ടറി ആയിരുന്നത്. സ്വാഭാവികമായും അദ്ദേഹം രൂപീകരിച്ച ഒരു കരാറിനെതിരെ അദ്ദേഹം രംഗത്തെത്താൻ കഴിയില്ല. മറ്റൊന്ന്, അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്.
നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തിയ ഉടൻ തന്നെ വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരെയും ഒക്കെ മാറ്റി പുതിയ ആൾക്കാരെ നിയമിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ ധനകാര്യ സെക്രട്ടറിയെ മാറ്റിയിട്ടാണ് രാജീവ് മഹർഷിയെ ധനകാര്യ സെക്രട്ടറിയായി നരേന്ദ്രമോദി പ്രത്യേക താല്പര്യമെടുത്ത് നിയമിക്കുന്നത്. അദ്ദേഹം വിരമിച്ചപ്പോഴും അദ്ദേഹത്തെ പിന്നെയും CAG ആയി നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ ഒപ്പം നരേന്ദ്രമോദി കൊണ്ടു നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും നരേന്ദ്രമോദി എതിർക്കുന്ന ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല എന്ന് ഉറപ്പ്. ഇതിന്റെ മറ്റേതെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാനും CAGക്ക് കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന ഒരു പ്രകാരം 114 പേജ് വരുന്നതാണ് ഈ CAG റിപ്പോർട്ട് എന്നാണ്. അതാണ് രാജ്യസഭയിൽ വച്ചിരിക്കുന്നത്. സന്തോഷ്, പുതിയൊരു വിവരം കൂടി നിർണായകമായി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ 114 പേജുള്ള CAG റിപ്പോർട്ടാണെങ്കിൽ അതിപ്പോൾ ഒരു ദേശീയ മാധ്യമം തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. ടേബിൾ ചെയ്തതാണ് മേശപ്പുറത്ത്, സഭയുടെ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ട് തത്സമയം ഒരു ദേശീയ ചാനൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ സാധ്യതകൾ ഒരു രീതിയിലും സ്വീകാര്യമല്ല. കാരണം രാജ്യസഭയുടെ മേശപ്പുറത്ത് ഇപ്പോൾ വെച്ച CAG റിപ്പോർട്ട് ഒരു സമയം പോലും എടുക്കാതെ അത്ര വേഗം തത്സമയം ഒരു ദേശീയ ചാനൽ രാജ്യത്തിന് മുന്നിൽ സംപ്രേഷണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അട്ടിമറിയുടെ സാധ്യത നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. സന്തോഷിന് ഈ വിവരങ്ങൾ ഇതിനോടകം കിട്ടിയെന്ന് കരുതുന്നു. റഫേൽ ഇടപാടിന്റെ CAG റിപ്പോർട്ട് ഒരു ദേശീയ മാധ്യമം തത്സമയം സംപ്രേഷണം ചെയ്യുകയാണ്. സന്തോഷ്, ആനന്ദ്, ഈ പ്രതിരോധ കരാറുകളെ എല്ലാം സമഗ്രമായി വിശകലനം ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ CAG നൽകിയിരിക്കുന്നത്. മൊത്തം 114 പേജാണ്. ഇതിൽ റഫേലിന് മാത്രമായി 36 പേജാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് ലഭിക്കുന്ന വിവരം. ഈ കാരണം നേരത്തെ തന്നെ പുറത്തു നിന്ന് 2014 മുതൽ ഉള്ള എല്ലാ പ്രതിരോധ കരാറുകളും റഫേൽ CAG പരിശോധിക്കുമെന്നാണ്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയെന്നാണ്. അതിൽ പക്ഷേ നമുക്കറിയേണ്ടത്, അല്ലെങ്കിൽ രാജ്യത്തിന് അറിയേണ്ടത് റഫേൽ ഇടപാടാണ്. കാരണം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ഇടപാടാണ് റഫേൽ ഇടപാട്. അതിലാണ് അഴിമതി നടന്നിരിക്കുന്നത്. ഇതിന്റെ വില മുൻ കരാറുകളെക്കാൾ ഏറെ വിലയ്ക്കും സമയക്രമത്തിൽ മാറ്റം വരുത്തിയുമാണ് NDA സർക്കാർ കരാർ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ ഈ റഫേലിനെ കുറിച്ച് എന്താണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പോലും. അപ്പോൾ 114 പേജിൽ 32 പേജാണ് ആകെ റഫേലിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ റഫേലിൽ അവിടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിയണം. ഇപ്പോൾ ഈ MP-മാർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്ത് കാണിക്കുന്നത്. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. റഫേൽ ഇടപാടിന്റെ CAG റിപ്പോർട്ട് രാജ്യസഭയിൽ വച്ചു. ലോക്സഭാ നടപടികൾ നേരത്തെ നിർത്തിവെച്ചു. ഇപ്പോൾ രാജ്യസഭയും അതിന്റെ നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കനത്ത പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാജ്യസഭാ നടപടികളും അവസാനിപ്പിച്ചു. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുകയാണ്. വലിയ നിലയിൽ പ്രതിഷേധം ഉയരുന്നു. റഫേൽ തന്നെയാണ് മോദി സർക്കാരിനെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ ഘട്ടത്തിൽ CAG റിപ്പോർട്ട് ഒരു ദേശീയ മാധ്യമവും തത്സമയം ഈ ഘട്ടത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്ന വാർത്തകൾ കൂടി ഇതിനനുബന്ധമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ പാർലമെന്റ് നടപടിക്രമങ്ങൾ തുടങ്ങാൻ ഇരിക്കെയായിരുന്നു ലോക്സഭാ നടപടികൾ. കനത്ത പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. രാജ്യസഭയിൽ CAG റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക സൂചനകൾ അനുസരിച്ച് 32ഓളം പേജുള്ള CAG റിപ്പോർട്ടാണ്. അത് രാജ്യസഭയിൽ വച്ച് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ രാജ്യസഭാ നടപടികളും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ തോതിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാകുന്നു. റഫേൽ ഇടപാടിനെ സംബന്ധിക്കുന്ന CAG റിപ്പോർട്ട് ചർച്ച ചെയ്യാനോ പരിശോധിക്കാനോ അടക്കമുള്ള സാധ്യതകൾ പോലും പാർലമെന്റിലില്ല. കാരണം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനം കൂടിയാണ് ഇന്നത്തേത് എന്നതും ആ ദിവസം തന്നെ CAG റിപ്പോർട്ട് രാജ്യസഭയിൽ വച്ചു എന്നതും കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നുണ്ട്. ഏതായാലും പാർലമെന്റിന്റെ ഇരുസഭകളും ഇപ്പോൾ നിർത്തിവെക്കേണ്ട സാഹചര്യം സഭാ അധ്യക്ഷന്മാർക്ക് എടുക്കേണ്ടി വന്നിരിക്കുന്നു. വലിയ പ്രതിഷേധം റഫേലുമായി ബന്ധപ്പെട്ടുകൂടി ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് നടക്കുകയാണ്. രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം നൽകുന്നുമുണ്ട്. ഈ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പാർലമെന്റിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്.
റഫേൽ ഇടപാടിൽ CAG റിപ്പോർട്ട് അല്പസമയം മുൻപ് രാജ്യസഭയിൽ വച്ചു. എന്നാൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും നിർത്തിവെക്കേണ്ട നിലയിലേക്ക് പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നു വന്നു. തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെക്കുകയായിരുന്നു. 12 മണിവരെ പിരിഞ്ഞു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 സഭകളും 12 മണിക്ക് വീണ്ടും വിളിച്ചു ചേർക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതാൻ കഴിയുക. പാർലമെന്റിന് പുറത്ത് ഏതായാലും വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്ലക്കാർഡുകളും പോസ്റ്ററുകളുമായി കോൺഗ്രസ് നേതൃത്വം അതിന് മുന്നിൽ ഉണ്ട്. ഏതായാലും MP-മാരടക്കമുള്ള മുഴുവൻ പേരും ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, MP-മാരടക്കമുള്ളവർ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി പാർലമെന്റിന് മുന്നിൽ കൂടിയിരിക്കുകയാണ്. CAG റിപ്പോർട്ടിനെ സംബന്ധിച്ച വിശദമായ പരിശോധനകൾക്ക് ഇനി പാർലമെന്റിന് ആകില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് മോദി സർക്കാരിൻ്റെ അവസാനത്തെ പാർലമെന്റ് സമ്മേളനം ആണ് എന്നതുകൊണ്ടാണ് CAG റിപ്പോർട്ടിന്റെ വിശദമായ പരിശോധന ഇനി പാർലമെന്റിൽ നടക്കാൻ സാധ്യതയില്ലാത്തത്. ലോക്സഭ ചേരുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിപക്ഷ ബഹളം ഉയർന്നു വന്നിരുന്നു. തുടർന്ന് ലോക്സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഭ പിരിഞ്ഞു. ഇപ്പോൾ രാജ്യസഭയും അതേ നിലയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിരിയേണ്ട സാഹചര്യം ഉണ്ടായി. സന്തോഷ് സർലിംഗ് വീണ്ടും ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, വലിയ പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് ഉണ്ടാകുന്നു. പ്രതിപക്ഷ ഐക്യം എന്ന നിലയിൽ തന്നെ ഈ പ്രതിഷേധം ഉയരുന്നുണ്ടോ, അതോ കോൺഗ്രസ് MP-മാർ മാത്രമാണോ പ്രതിഷേധിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ് 12 മണിവരെ. രാജ്യസഭയിൽ CAG റിപ്പോർട്ട് വച്ചിരിക്കുന്നു. CAG റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് പ്രകാരം ഈ റിപ്പോർട്ടിനെ, ഈ റഫേൽ കരാറിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് CAG തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. അതായത് NDA കാലത്തെ റഫേൽ വിമാനങ്ങൾ 9%, ഇന്ത്യ റഫേൽ 2.86% ഇപ്പോൾ ഈ വിലയുടെ ഒരു ശതമാന കണക്കായി UK കാലത്തേക്കാൾ കൂടുതലായി കാണിച്ചിരിക്കുന്നത്. പക്ഷെ NDA പറഞ്ഞിരിക്കുന്നത് 9% ചീപ്പ് എന്നാണ്. ആ വില വിവരങ്ങൾ കൂടി, വിശദാംശങ്ങൾ കൂടി ഇനി ആ റിപ്പോർട്ടിൽ നിന്ന് അറിയേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് കരാറിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന തരത്തിലാണ് CAG റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സന്തോഷ്, ഈ പ്രതിഷേധം എങ്ങനെയാണ് തുടരുന്നത്? പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് MP-മാർ മാത്രമാണോ, അതോ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളുടെ MP-മാർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? വലിയ നിലയിൽ പ്രതിഷേധം തുടരുകയാണോ? അതിന്റെ വിശദാംശങ്ങൾ കൂടി. സന്തോഷ് സർലിംഗുമായുള്ള ഫോൺ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായാലും റഫേൽ ഇടപാടിൽ CAG റിപ്പോർട്ട് രാജ്യസഭയിൽ വെച്ച അല്പസമയത്തിനകം രാജ്യസഭാ നടപടികളും ലോക്സഭാ നടപടികൾക്ക് പിന്നാലെ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രതിപക്ഷം പാർലമെന്റിന് പുറത്ത് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഫേൽ ഇടപാടിനെ അനുകൂലിക്കുന്ന നിലയിലുള്ള വിവരങ്ങളാണ് CAG റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ.